എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 10 സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും പരീക്ഷാ ബോർഡ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് www.cseb.kerala.gov.in. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. കാറ്റഗറി നമ്പർ 15/2024 ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം. ഡിഗ്രി ഉണ്ടായിരിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, കൂടാതെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി, കൂടാതെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, 1 വർഷത്തെ എക്സ്പീരിയൻസ്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഏതൊക്കെ സംഘങ്ങളിലാണ് ജോലി വരുന്നത് നമുക്ക് നോക്കാം. അണ്ടൂർക്കോണം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, തിരുവനന്തപുരം. വേക്കൻസി 1. തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ശമ്പളം ലഭിക്കുന്നത് 16,890 മുതൽ 43,660 വരെയാണ്. അടുത്തത് പടിഞ്ഞാറേ കൊല്ലം സർവീസ് സഹകരണ ബാങ്ക്, കൊല്ലം ആണ്. തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് 17,360 മുതൽ 44,650 വരെയാണ്. അടുത്തത് കോട്ടയം സഹകരണ അർബൻ ബാങ്ക്, കോട്ടയം ആണ്. തസ്തിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ശമ്പളം ലഭിക്കുന്നത് 17,590 മുതൽ 45,570 വരെയാണ്. അടുത്തത് വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്, തൃശ്ശൂരാണ്. ശമ്പളം ലഭിക്കുന്നത് 14,270 മുതൽ 37,880 വരെയാണ്. വേക്കൻസി 1. അടുത്തത് തൃശ്ശൂർ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലേക്കാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് 19,250 മുതൽ 51,650 വരെയാണ്. അടുത്തത് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക്, പാലക്കാടാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് 18,300 മുതൽ 46,830 വരെയാണ്. അടുത്തത് വടകര ടൗൺ സഹകരണ അർബൻ സംഘം, കോഴിക്കോടാണ്. വേക്കൻസി 1. സാലറി ലഭിക്കുന്നത് 16,890 മുതൽ 43,660 വരെയാണ്. അപ്പോൾ ഇത്രയും ബാങ്കുകളിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലുള്ള സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ സംഘങ്ങളിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. നല്ല ശമ്പളത്തിൽ ജോലിയുണ്ട്. ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറി ആണെങ്കിൽ 45 വയസ്സ് വരെയും, OBC കാറ്റഗറി ആണെങ്കിൽ 43 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ ഇളവുണ്ട്. ഭിന്നശേഷിക്കാരനാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തെ ഇളവുണ്ട്. വിധവകൾക്ക് 5 വർഷത്തെ ഇളവും കൊടുക്കുന്നുണ്ട്. സഹകരണ പരീക്ഷാ ബോർഡാണ് ഓൺലൈനായിട്ട് പരീക്ഷ നടത്തുന്നത്. 80 മാർക്കിനായിരിക്കും പരീക്ഷ വരുന്നത്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് 1-ൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് 50 രൂപ വീതം അധികമായിട്ടാണ് അടയ്ക്കേണ്ടത്. അതായത് 150 രൂപയും അധികമായിട്ട് കൊടുക്കുന്ന ഓരോ ആപ്ലിക്കേഷനും 50 രൂപ അധികം കൊടുക്കണം. ഇനി SC/ST കാറ്റഗറി ആണെങ്കിൽ പരീക്ഷാ ഫീസ് 50 രൂപയാണ്. 1-ൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 50 രൂപ അധികം വെച്ചായിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപേക്ഷിക്കേണ്ട സൈറ്റ് CSEB.kerala.gov.in ആണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്.
അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി 10 ആണ്. അതിനു മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ ബാങ്കുകൾ അല്ലെങ്കിൽ സംഘങ്ങളിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത വേണ്ടത് ഡിഗ്രിയും ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും 1 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 15/2024 ആണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 10 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.